1960-കളോടുകൂടിയാണ് പ്രേം നസീർ മലയാള സിനിമയിലെ നായകനായി ഉയർന്നു വന്നത്. കേരളം സാമൂഹികവും സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായി വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. വ്യാപകമാകുന്ന വിദ്യാഭ്യാസം, നഗരവൽക്കരണം ശക്തമാവൽ, സ്ത്രീകളുടെ പൊതുജീവിതത്തിലേക്കുള്ള കടന്നുവരൽ, ഈ മാറ്റങ്ങളോടെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു മാറ്റം സ്ത്രീ പുരുഷ ബന്ധങ്ങളിലും കടന്നു വരേണ്ടതായിരുന്നുവെങ്കിലും അത് സമൂഹത്തിന്റെ കർശനമായ സദാചാര നിയന്ത്രണത്തിലും കാഴ്ചപ്പാടിലും കുടുങ്ങിക്കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്കാലത്തെയും പോലെ അക്കാലത്തും പ്രണയം എന്നത് തികച്ചും ഗോപ്യവും നിശബ്ദവുമായ ഒരു അനുഭവമായിരുന്നു പ്രണയിതാക്കൾക്ക്. മാത്രമല്ല, അതുവരെ മലയാള സിനിമയിലും നാടകങ്ങളിലുമെല്ലാം കണ്ടുവന്ന പ്രണയവും കൂടുതലും നാടകീയമോ ദുരന്തപരമോ അല്ലെങ്കിൽ കടുത്ത സാമൂഹ്യ നിയന്ത്രണങ്ങളിൽ ഒതുങ്ങിപ്പോകുന്നതോ ആയിരുന്നു. പ്രേം നസീർ എത്തുന്നതോടുകൂടിയാണ് സിനിമയിൽ പ്രണയം എന്നത് കൂടുതൽ സൗമ്യവും പ്രസന്നാത്മകവും മൃദുവും സ്വപ്ന സമാനവുമായി മാറുന്നത്. പ്രണയത്തിന്റെ ഭാഷ സംസാരിക്കുന്നതായിരുന്നു പ്രേം നസീറിന്റെ മുഖം. വിടർന്ന കണ്ണുകളും സൗമ്യമായ ചിരിയും ശാന്തമായ മുഖഭാവവും ഇവയെല്ലാം ചേർന്ന് പ്രേം നസീർ ഒരു സേഫായ വിശ്വസനീയനായ ഒരു പ്രണയ നായകനെ സിനിമയിൽ സൃഷ്ടിച്ചു. കടുത്ത വികാര പ്രകടനങ്ങളോ അക്രമാത്മക സമീപനങ്ങളോ ഇല്ലാത്ത കാമുകൻ. ഒരു നോട്ടത്തിലൂടെയും ഒരു ചെറുപുഞ്ചിരിയിലൂടെയും നിശബ്ദമായ ദുഃഖത്തിലൂടെയുമെല്ലാമായിരുന്നു പ്രേം നസീർ കഥാപാത്രങ്ങൾ പ്രണയം പറഞ്ഞത്. നായികയെ സ്വന്തമാക്കാൻ വേണ്ടി എന്തും ചെയ്യുന്ന നായകനേക്കാൾ പ്രണയത്തിനായി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാവുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി വേണമെങ്കിൽ തന്റെ പ്രണയം ത്യജിക്കാൻ തയ്യാറാവുന്ന ത്യാഗബോധമുള്ള പ്രണയമായിരുന്നു പ്രേം നസീറിൻ്റെത്. മുറപ്പെണ്ണിലും ഇരുട്ടിന്റെ ആത്മാവിലും അസുരവിത്തിലുമെല്ലാമുള്ള പ്രേം നസീർ കഥാപാത്രങ്ങളുടെ പ്രണയം മഹത്വമാർജിക്കുന്നത് ഇത്തരം കാത്തിരിപ്പിലൂടെയും ത്യജിക്കലിലൂടെയും കൂടെയാണ്. മറ്റൊന്നുള്ളത്, പ്രേം നസീറിന്റെ പ്രണയങ്ങളെല്ലാം തന്നെ കാമവിമുക്തങ്ങളായിരുന്നു എന്നുള്ളതാണ്. ശാരീരികമായ ബന്ധത്തിനുമപ്പുറം മാനസികമായ അടുപ്പം കാണിക്കുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രണയങ്ങളെല്ലാം തന്നെ. ചെറുനോട്ടങ്ങളും മധുര സംഭാഷണങ്ങളും തൊട്ടു തലോടലുകളും മൃദു ആലിംഗനങ്ങളും കാമിനിയുടെ മുടിയിഴകളിൽ മുഖം മറക്കലുമെല്ലാം തികച്ചും സൗമ്യ പ്രണയ ചേഷ്ടകളിലൂടെ കടന്നു പോകുന്നവയായിരുന്നു പ്രേം നസീറിന്റെ പ്രണയങ്ങളെല്ലാം തന്നെ. പ്രേം നസീറിന്റെ പ്രണയ സങ്കല്പത്തെ ശക്തമാക്കിയ മറ്റൊരു ഘടകം സിനിമയിലെ ഗാനങ്ങളാണ്. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച പ്രണയഗാനങ്ങളിൽ പലതിനും സിനിമയിൽ ചുണ്ടുചലിപ്പിച്ചത് പ്രേം നസീറായിരുന്നു. ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, പുലയനാർമണിയമ്മ തുടങ്ങി പ്രണയത്തെ കവിതയാക്കി മാറ്റിയ എത്രയെത്ര അനശ്വര ഗാനങ്ങൾ. ഈ ഗാനങ്ങളെല്ലാം കേൾക്കുമ്പോൾ മലയാളിയുടെ മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രമാണ് തെളിയുക. അത് പ്രേം നസീറിൻ്റെത് മാത്രം. അദ്ദേഹം അവതരിപ്പിച്ച കാമുകന്മാരെല്ലാം തന്നെ നല്ല മനുഷ്യരായിരുന്നു. സത്യസന്ധരും കരുണയുള്ളവരുമായിരുന്നു. സ്ത്രീകൾക്ക് വിശ്വസിക്കാവുന്ന, അവരെ വേദനിപ്പിക്കാത്ത, അവരെ ചതിക്കാത്ത പ്രണയങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. മിക്കതും അവസാനം ജീവിതത്തിലേക്ക് നയിക്കുന്നതുമായിരുന്നു. വിവാഹത്തിലേക്കോ സാമൂഹ്യമായി അംഗീകരിക്കപ്പെട്ട മറ്റു ബന്ധങ്ങളിലേക്കോ എത്തുന്ന സമൂഹത്തിന് സ്വീകാര്യമായ പ്രണയങ്ങളായിരുന്നു അവയിൽ മിക്കതും. പ്രേം നസീറിന്റെ വ്യക്തി ജീവിതവും അദ്ദേഹത്തിന്റെ ഈ സിനിമ ഇമേജിനെ ശക്തിപ്പെടുത്തുന്നതായിരുന്നു. വിവാദങ്ങളിൽ നിന്നും അകന്നു നിന്ന, സഹപ്രവർത്തകരോട് സ്നേഹപൂർവ്വമായി പെരുമാറുന്ന, കാരുണ്യ ജീവിതം നയിക്കുന്ന ഒരു നല്ല മനുഷ്യൻ പ്രതിച്ഛായ അദ്ദേഹത്തിന്റെ കാമുക വേഷങ്ങൾക്ക് വിശ്വാസ്യതയും ആത്മാർത്ഥതയും നൽകി. കാലം ഏറെ മാറി. പ്രണയ സങ്കല്പങ്ങളിൽ തന്നെ ഏറെ മാറ്റമുണ്ടായി. സിനിമയിലും ജീവിതത്തിലും പ്രണയം കൂടുതൽ റിയലിസ്റ്റിക്കും അതോടൊപ്പം സങ്കീർണവുമായി മാറി. അപ്പോഴും പ്രേം നസീറിന്റെ കാമുക വേഷങ്ങളും പ്രണയവുമെല്ലാം തന്നെ മലയാളിക്ക് ഇന്ന് ഒരു നൊസ്റ്റാൾജിയ ആണ്. അവന്റെ സങ്കല്പത്തിൽ ഇന്നും നിലനിൽക്കുന്ന വിശുദ്ധ പ്രണയത്തിലെ നിത്യ കാമുക രൂപം അന്നും ഇന്നും എന്നും പ്രേം നസീർ തന്നെയാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും സിനിമാ കമ്പത്തിന്റെ നമസ്കാരം.